ഹായ് ഹലോ ഇന്ന് നമ്മൾ പഴയ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു ബോട്ടിൽ ആവശ്യമാണ്. ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക. നമുക്ക് റൗണ്ട് ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇതിനെ ഒരു ലവിൻ്റെ ആകൃതിയിൽ എടുക്കുകയാണ്. നമ്മുടെ ഓരോ പെറ്റൽസും നമ്മൾ ലവിൻ്റെ ആകൃതിയിലുള്ള പെറ്റൽസ് ആക്കി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ അടിയിലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ പെറ്റലെടുത്ത് ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമുക്കിതുപോലെ എല്ലാ തുണിയും നല്ലപോലെ ഒന്ന് പിടിച്ച ശേഷം ഷേപ്പാക്കിയ ശേഷം നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. കിട്ടിയ ശേഷം നമുക്ക് ഇതുപോലെ ഈ തുണിയുടെ ഈ ബാക്കിയുള്ള ഭാഗമെല്ലാം ഇങ്ങനെ പിടിച്ച ശേഷം നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇത് ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ലൊരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പെറ്റൽസും നമുക്ക് കെട്ടിയെടുക്കാവേ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പഴയ ഷോൾ ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കാത്ത. പിന്നെ നെറ്റിൻ്റെ സ്കേർട്ടൊക്കെ ഉണ്ടാവില്ലേ, പഴയ ഫ്രോക്ക് നമ്മൾ കുറച്ചൊക്കെ ചീത്തായി പോകുമ്പോൾ പിന്നെ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിരിക്കുന്ന ഫ്രോക്കൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പാർട്ട് തന്നെ എടുത്താൽ മതി. കുറച്ച് തുണി മതിയാവും നമുക്ക് ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമുക്ക് ഇവിടെ എല്ലാ പെറ്റൽസും ഇതുപോലെ ഞാനിവിടെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ പെറ്റൽസ് എല്ലാം ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ. അതിനുശേഷം നമുക്ക് ഓരോ പെറ്റൽസും ഇതുപോലെ നമുക്ക് പൂക്കളാക്കി മാറ്റാം. ഞാനിവിടെ 3 പെറ്റലാണ് എടുക്കുന്നത്. 3 ഇതളുകളുള്ള ഫ്ലവർ ആക്കാം നമുക്കിത്. ഇതുപോലെ എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ വയ്ക്കത്തക്ക വിധത്തിൽ വെച്ച ശേഷം നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ പൂക്കളെ നമുക്ക് നല്ലപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. നല്ല വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് വിടർത്തി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആയില്ലേ. അപ്പം നമ്മൾ ഈ ഗോൾഡൻ്റെ കളറിലുള്ള ഈ കമ്പി ഉപയോഗിച്ചതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഭംഗി. സിൽവറിൻ്റേതായിരുന്നെങ്കിൽ ഇത്രയും ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എല്ലാവരും ഗോൾഡൻ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ഫ്ലവറിന് കുറച്ചുകൂടെ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ബീഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ തെർമോക്കോൾ വെച്ചാലും മതി. പക്ഷേ ബീഡ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഫ്ലവറും ഒന്നിതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. ഞാനിവിടെ ബാക്കി എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രീൻ കളറിലുള്ള സ്റ്റെമ്മ് വാങ്ങാൻ കിട്ടുമല്ലോ. ഒന്നുകിൽ സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യുന്ന പോലെ ഈർക്കിലയിൽ നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. നമ്മൾ ഉള്ളിൽ ഈർക്കിലാണെന്നുള്ളത് ആരും അറിയാനൊന്നും പോകുന്നില്ല, നമ്മുടെ വീട്ടിലത്തേക്കല്ലേ. അപ്പോൾ നമുക്ക് ഈർക്കിൽ ചെയ്യാം. ഞാനിവിടെ കുറച്ച് അടുപ്പിച്ചിട്ടാണ് ഫ്ലവേഴ്സൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ലീഫ് ചെയ്യണമെന്നുള്ളവർക്ക് ലീഫ് ചെയ്യാം. ഞാനിവിടെ ലീഫൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിട്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്തൊന്ന് നോക്കണം. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും അതുവരെ ബൈ.